വന്നപാടെ ഉറങ്ങാനായി ഒരു ഇഞ്ചക്ഷൻ. ശ്യാം, മനു എന്താ വീട്ടിലേക്ക് പോവായിരുന്നു? താൻ ഉണർന്നിട്ട് എൻ്റെ കാര്യമല്ലല്ലോ മനു ഇപ്പൊ പ്രധാനം. അമ്മൂമ്മോള് ഗായത്രിയുടെ കയ്യിലാ. അതുകൊണ്ട് തൻ്റെ ശ്രദ്ധ എപ്പോഴും അവിടെ വേണം. അത് മസ്റ്റാ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ, ശരിയാണ്. എന്നാ പിന്നെ അങ്ങോട്ട് പോയിക്കൂടെ? ഇവിടെ നിന്ന് എന്തിനാ സമയം കളയുന്നത്? ചെന്ന് എൻ്റെ മോളെ നോക്ക് മനു. ശരി. മനു, എന്താ? പിന്നെ എൻ്റെ പൊന്നുമോളോട് അവളുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു അവസ്ഥയിലാന്ന് പറയണ്ട. എന്നെ വിട്ടു പോയെങ്കിലും അച്ഛനോട് നിറയെ സ്നേഹം തന്നെ അവൾക്ക്. അതുകൊണ്ട് സഹിക്കില്ല അവൾ. ഞാനൊന്നും പറയില്ല. അമ്മ അറിഞ്ഞോ? അമ്മ വിവരങ്ങളൊക്കെ അറിഞ്ഞോന്ന്? അത് ഞാൻ ഇതുവരെ വീട്ടിലേക്ക് പോയില്ല. വിളിച്ചില്ലേ? ഇല്ല. എന്നാ അമ്മ ഇങ്ങോട്ട് വിളിക്കേണ്ടതാണല്ലോ. വിളിച്ചിരുന്നു. തൻ്റെ മൊബൈലിൽ പലവട്ടം വിളിച്ചിരുന്നു. പക്ഷേ അറ്റൻഡ് ചെയ്തില്ല. അമ്മയ്ക്ക് ഓവർ ടെൻഷൻ കൊടുക്കണം. പറഞ്ഞേക്കൂ, എല്ലാവരോടും പറഞ്ഞേക്കൂ അമ്മ മോള് പോയെന്ന്. അച്ഛൻ ഇപ്പൊ തന്നെ വീട്ടിലെത്തണം. അമ്മയോടും ഊർമിളയോടും നടന്നതൊക്കെ പറയണം. എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നോട് ആരും ചോദ്യങ്ങൾ ചോദിക്കില്ലല്ലോ. ശ്യാം പറഞ്ഞത് ശരിയാ. സാറ് ടീച്ചറിനോടൊക്കെ പറയണം. ശ്യാം ഇവിടെ എൻ്റെ അടുത്തുണ്ടെന്നും പറയണം. പറയാം, ഞാൻ പറയാം. തൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ട് ഞാൻ വീട്ടിലേക്ക്. എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ, ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് എൻ്റെ മോള് കൈവിട്ടു പോയപ്പോൾ ശരീരത്തിനാകെ ഒരു ബലഹീനത. പക്ഷെ ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ കുഴപ്പമുണ്ടായിട്ട് എന്താ കാര്യം? അവൾക്ക് വേണ്ടത് അമ്മയാ. അത് മനസ്സിലാക്കാൻ എനിക്കായില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ അവള് പോയി, എന്നേക്കുമായി പോയി. അതിന് ഞാനെന്തിനാ വെറുതെ? മനു പോയില്ലേ? ഇല്ല, പോകാൻ ശ്യാം പറഞ്ഞു. അമ്മമ്മയുടെ മേൽ എൻ്റെ ശ്രദ്ധ വേണമെന്ന്. അവൾ പുലിമടയിൽ ചെന്ന് പെട്ട് കഴിഞ്ഞു. ഇനിയും ആര് ശ്രദ്ധിച്ചിട്ടെന്താ? ശ്യാമിൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും അസാധാരണത്വം ഉണ്ടോ മനു? എന്തോ എനിക്കങ്ങനെ ഫീൽ ചെയ്തു. ചെറിയ ഷോക്കല്ലല്ലോ, നെഞ്ചു കുത്തി നോവിക്കുന്ന വേദനയല്ലേ. അപ്പോൾ കുറച്ചൊക്കെ അബ്നോർമൽ ആയിരിക്കും. ഒക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരുന്നവരെ.
ആ, സാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ശ്യാം അടുത്തിരുന്ന ഒരുപാട് സംസാരിക്കും. വിഷമമില്ല എന്ന് പറഞ്ഞിട്ട് വിങ്ങിക്കരയും. അതുകൊണ്ട് കുറച്ച് സമയം കൂടി ശാന്തമായി ഉറങ്ങട്ടെ. സാറ് ധൈര്യമായി വീട്ടിലേക്ക് പോയിക്കോളൂ. ഞാൻ എങ്ങനെ പോകും ഡോക്ടറെ? കൊച്ചുമോളെ കൂട്ടി മകൻ മടങ്ങി വരുന്ന കാഴ്ച കാണാനിരിക്കുന്ന ഒരു അമ്മയോട് ഞാൻ എന്ത് പറയും? പോകുന്ന പോക്കിലങ്ങ് തീർന്നു കിട്ടിയ അത്രയും സമാധാനം. ഞാൻ ഇനി എന്താ സാറിനോട് പറയേണ്ടത്? എനിക്കറിയില്ല. തളരരുതെന്ന് എത്ര പറഞ്ഞാലും അതൊരു ഭംഗിവാക്ക് മാത്രമാവും. പെട്ടെന്നൊരു ആക്സിഡന്റിൽ ഒറ്റപ്പെട്ടു പോകുന്ന എത്രയോ പേരുണ്ട്. പരസ്പരം നോക്കി കാലം കഴിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷേ ഇവിടെ കഴിവുകേടുകൊണ്ട് ദീർഘവീക്ഷണമില്ലാത്തത് കൊണ്ട് വന്ന് ഭവിച്ച ദുരന്തമല്ലേ? അതിന്റെ നിരാശ ഒരിക്കലും തീരില്ല ഡോക്ടറെ. കോടതിയിൽ നിന്ന് കൊച്ചുമോളെയും കൂട്ടി ഒരു പിശാച് കാറിൽ കയറി പോവുക, അത് കണ്ട് ശരീരം തറന്ന മകനെ ഹോസ്പിറ്റലിലാക്കുക, എന്നിട്ട് തീർന്നു. ദേ ഇപ്പോ അമ്മയോട് സകലതും പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്ക് വയ്യ. ടീച്ചറിന്റെ മുഖം കാണുമ്പോൾ ഞാൻ ഒന്നും പറയില്ല, പറയാൻ എനിക്ക് പറ്റില്ല. സർ, വേണമെങ്കിൽ ഞാനും കൂടെ വീട്ടിലേക്ക്. വേണ്ട, ശ്യാം പറഞ്ഞതുപോലെ മനുഷ്യല്ലേ, ചെന്ന് എൻ്റെ പൊന്നുമോളെ നോക്ക്. ആ, കഴിയുമെങ്കിൽ അവളെ തിരികെ തരാനായി. ഓ, അതിന് ഈശ്വരന്മാർ നേരിട്ടിറങ്ങി വന്നാലും സാധിക്കാത്ത കാര്യമാണ്. പോയത് പോയി. ആ, പോട്ടെ പോട്ടെ, എല്ലാം പോട്ടെ പോട്ടെ. മനു, എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് തനിക്ക് മാത്രമേ കഴിയൂ. ശ്യാം പറഞ്ഞ് എൻ്റെ പെങ്ങളെ ഡോക്ടർക്ക് നന്നായി അറിയാമെന്ന എൻ്റെ വിശ്വാസം. കഴിയില്ല, എനിക്കെന്നല്ല, പ്രൊഫസർ പറഞ്ഞതുപോലെ ഈശ്വരന്മാർക്കും. ഞാൻ മുമ്പ് പലയാവർത്തി വാണിംഗ് കൊടുത്തിരുന്നു. അത് അവഗണിച്ചതാ ശ്യാമിന് പറ്റിയ തെറ്റ്. ഇനിയിപ്പോൾ വരുന്ന പോലെ ഫേസ് ചെയ്യുക. പിന്നെ ശ്യാമിൻ്റെ ആരോഗ്യം മെച്ചപ്പെടാനായി ഞാൻ പറയും, അമ്മമ്മക്ക് അവിടെ അമ്മയുടെ അടുത്ത് സുഖമാണെന്ന്. ലോകത്തുള്ള സകല ഡിഗ്രിയും സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ട് എന്താ കാര്യം സർ? ഒരുപാട് വാതിലുകൾ മുട്ടി. എല്ലാരും ഡിഗ്രി കണ്ട് സംതൃപ്തി അടഞ്ഞ ശേഷം ഫയൽ മടക്കി. ജീവിക്കാൻ പോലും ഈ ക്വാളിഫിക്കേഷൻ കൊണ്ട് കഴിയുന്നില്ല. അതാ സത്യം. എന്നാലേ തൻ്റെ മുന്നിലെ വാതിൽ ഞാൻ കൊട്ടിയടയ്ക്കുന്നില്ല. ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി തന്നെ അപ്പോയിന്റ് ചെയ്യുന്നു. എൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റായി. സർ, എന്താ വിശ്വാസം വരുന്നില്ലേ? താൻ അടുത്ത തിങ്കളാഴ്ച തന്നെ വന്ന് ജോയിൻ ചെയ്തോ? ഒരുപാട് നന്ദിയുണ്ട് സാറിനും പിന്നെ ദൈവത്തിനും. അതിലേറെ നന്ദിയുണ്ട് എനിക്ക് തന്നോട്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ പെങ്ങളെ രക്ഷപ്പെടുത്തിയതിന്, അവളുടെ ജീവിതം സേഫ് ആക്കിയതിന്. സത്യം പറഞ്ഞ എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ലായിരുന്നു. ഉപദേശം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന സ്വഭാവമല്ല അപ്പുവിന്റെയും തന്റെയും. അപ്പോ മായ വഴിയാധാരമായെന്ന് തന്നെ കരുതി. എന്റെ ജീവൻ അപകടപ്പെട്ടാലും മായ രക്ഷപ്പെടണമെന്ന് ഉറച്ചു തന്നെ ഞാൻ പള്ളിക്കൽ പിടിച്ചു നിന്നത്. കുറച്ചൊക്കെ അതിനെന്നെ കൊണ്ട് സാധിച്ചു എന്നാ വിശ്വാസം. ഇപ്പോ അവിടുത്തെ അവസ്ഥ? അപ്പുവിന്റെ സമീപനത്തിൽ മാറ്റമുണ്ടോ? മനസ്സുകൊണ്ടയാൾ മായ പൂർണ്ണമായി ഉൾക്കൊണ്ടോന്ന് അറിയില്ല. എങ്കിലും പുറമെ സ്നേഹിച്ചേ പറ്റൂ. മറിച്ചെന്തെങ്കിലും സംഭവിച്ച ജീവിതം ശൂന്യമാകുമെന്ന് അപ്പു നമ്പ്യാർക്ക് നന്നായി അറിയാം. അപ്പുവിനേക്കാൾ അപകടം അയാളുടെ അമ്മയാണ്. ചവിട്ടേറ്റതുകൊണ്ട് ഏത് സമയത്തും തിരിഞ്ഞു കൊത്താം. കഴിയില്ല. മകന്റെ ഭാവി സുരക്ഷിതമാകണമെന്ന് ചിന്തിക്കുന്ന ഒരമ്മയ്ക്ക് അതിന് കഴിയില്ല. അപ്പുവിനെ മുൻനിർത്തി പള്ളിക്കൽ പത്മിനിയെ ഞാൻ തളച്ചിട്ടുണ്ട്. ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. അവരൊക്കെ ഇത്രയ്ക്ക് തന്നെ ഭയക്കാൻ മാത്രം തന്റെ പക്കൽ എന്ത് ബോംബാണുള്ളത്? ഞാൻ
ചോദിച്ചത് ഞാനിനി സാറിന്റെ എംപ്ലോയി അല്ലേ? ഒക്കെ സാവകാശം പറയാം. എന്നാലും ഓർത്തിരിക്കാൻ ഒരു കാര്യം, ഞാനല്ലാതെ മറ്റേതൊരു പെൺകുട്ടിയായിരുന്നെങ്കിലും പള്ളിക്കിലേക്ക് വരുമ്പോൾ ഒരു കടാര ലഗേജിനുള്ളിൽ ഒളിപ്പിച്ചേനെ. എന്തിനാണെന്നോ? പള്ളിക്കൽ അപ്പു നമ്പ്യാരുടെ നെഞ്ചിന് നേരെ പ്രയോഗിക്കാൻ. അത്രയ്ക്ക് തന്നെയുണ്ട് സർ അയാൾ എനിക്ക് തന്ന വേദന, അപമാനം. എന്നാ സർ ഞാൻ തിങ്കളാഴ്ച വരാം. ഓക്കെ, താങ്ക് യു സർ. ശരി. ഇതെന്താ ഇവർക്കൊക്കെ പറ്റിയേ? ആരും ഇങ്ങോട്ട് വിളിക്കുകയില്ല, വരികയില്ല. ഓ അമ്മയൊന്ന് സമാധാനപ്പെട്, അവരുടനെ എത്തും. എത്തുമെന്ന് കരുതി ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? ബാക്കിയുള്ളവരുടെ മനപ്രയാസം ആർക്കും അറിയണ്ട. എന്തൊരു കഷ്ടമാ. ഒരുപാട് കേസുള്ളതല്ലേ, അവസാനമായിരിക്കും ശ്യാമേട്ടന് കേസെടുത്തത്. അതാ വരാൻ വൈകുന്നത്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി മോളെ? ഈ ആദ്യം കുറച്ച് സമയം കൂടെ തുടർന്നാ എനിക്ക് എന്തെങ്കിലും അസുഖം വരും, അത് ഉറപ്പാ. ഞാൻ അവരോട് എന്ത് പറയും, എങ്ങനെ പറയും?